ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആ വാർത്ത പുറത്തുവിട്ടത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ വധിച്ചിരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ മകളെയും വധിച്ചതായാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയെ ഇനി ആര് നയിക്കുമെന്ന ചോദ്യം ബാക്കിയാകുന്നു. സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് ഇസ്രായേലി സൈന്യം മരണവിവരം അറിയിച്ചത്. ലോകത്തെ ഭീകരവാദവൽക്കരിക്കാൻ ഇനി ഹസൻ നസറുള്ളയ്ക്ക് സാധിക്കില്ല എന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ ട്വീറ്റ്. വെള്ളിയാഴ്ച നടന്ന വ്യോമാക്രമണത്തിൻ്റെ ലക്ഷ്യം നസറുള്ളയാണെന്ന പ്രഖ്യാപനം നേരത്തെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രതികാര ആക്രമണങ്ങളുടെ പരമ്പരയുണ്ടായത്. ലെബനനിൽ പ്രത്യേകിച്ച് ഷിയ അനുയായികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു നസറുള്ള. യുദ്ധം ചെയ്യാനോ സമാധാനം സ്ഥാപിക്കാനോ കഴിവുള്ള ഏക വ്യക്തിയായാണ് നസറുള്ളയെ കരുതുന്നത്. വെള്ളിയാഴ്ച രാത്രി മുതൽ നസറുള്ളയുമായുള്ള ആശയവിനിമയം നഷ്ടമായതായി ഹിസ്ബുള്ളയുമായി അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. തെക്കൻ ബൈറൂത്തിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നസറുള്ളയുടെ മകൾ സൈനബ് കൊല്ലപ്പെട്ടതായി ഇസ്രായേലിൻ്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനോടുള്ള ശത്രുതയുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒരേപോലെയാണ് വിലയിരുത്താറുള്ളത്. ഇരുകൂട്ടരുടെയും പ്രവർത്തന രീതിയും പ്രശ്നങ്ങളിലുള്ള ഇടപെടലും തികച്ചും വ്യത്യസ്തമാണ്. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതോടെ ഇസ്രായേൽ നേരിടാൻ പോകുന്നത് കനത്ത പ്രത്യാഘാതങ്ങളായിരിക്കും. ഇതറിയണമെങ്കിൽ ഈ വ്യത്യാസം മനസ്സിലാക്കുക തന്നെ വേണം. ലെബനീസ് സമൂഹമായി ഇഴുകിച്ചേർന്ന് കുറച്ചുകൂടി പരിഷ്കൃതമായ രാഷ്ട്രീയ സൈനിക രൂപമാണ് ഹിസ്ബുള്ള. അതിനെ ഒരു തീവ്രവാദ സംഘടന എന്ന രീതിയിൽ മനസ്സിലാക്കരുത്. ലെബനീസ് പാർലമെൻറ്റിൽ ഹിസ്ബുള്ളയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയ പ്രാതിനിധ്യമുണ്ട് എന്ന് മാത്രമല്ല, തെക്കൻ ലെബനൻ്റെ നിയന്ത്രണമുള്ള ഇവർ ഒരു സൈനിക ശക്തിയായി മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ലെബനീസ് പൗരസമൂഹവുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണിവർ. ഇവരുടെ ഈ ഇരട്ട മുഖവും ജനങ്ങളിൽ നിന്നുള്ള പിന്തുണയും അവരെ അതീവ പ്രബലരായ എതിരാളികളാക്കി മാറ്റുന്നു. 30,000 മുതൽ 50,000 വരെ പോരാളികളും 1.5 ലക്ഷത്തിന് മുകളിൽ മിസൈലുകളും റോക്കറ്റുകളും ഉള്ള സേനയാണ് ഹിസ്ബുള്ള എന്നാണ് വിലയിരുത്തൽ. അതേസമയം ഗസ മുനമ്പനെ നിയന്ത്രിക്കുന്ന ഹമാസ് ആകട്ടെ അധികാരത്തിനും സ്വാധീനത്തിനും കൂടുതലായും ആശ്രയിക്കുന്നത് അവരുടെ സൈനിക ശേഷിയെ തന്നെയാണ്. അവരും സാമൂഹ്യ സേവനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇസ്രായേലുമായി തുടരുന്ന സംഘർഷത്തിനെ തുടർന്ന് അവർ സൃഷ്ടിക്കുന്ന വിലക്കുകളും തടസ്സങ്ങളും കാരണം ഈ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തപ്പെടാതെ പോകുന്നു. ഹിസ്ബുള്ളയ്ക്ക് വിശാലമായ സൈനിക ശേഷിയുണ്ട്. തികച്ചും നൂതനമായ ആയുധങ്ങളും സമഗ്രമായ പരിശീലനവും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ സഖ്യങ്ങളും എല്ലാം ഇതിൽപ്പെടുന്നു. ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് എത്രയോ കാലമായി ആയുധ സാമ്പത്തിക പിന്തുണ നൽകുന്നത്. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെയുള്ള ഒരു സംഘർഷം കത്തിയാളുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തികച്ചും ഗുരുതരമായിരിക്കും. ഇസ്രായേൽ നേരിടാൻ പോകുന്നത് ബഹുമുഖ യുദ്ധമായിരിക്കും. ഇത് ഇസ്രായേലിൻ്റെ സൈനിക സ്രോതസ്സിനെ ക്ഷീണിപ്പിക്കുകയും യുദ്ധതന്ത്രശേഷിയെ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പരീക്ഷിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ എല്ലാ സുപ്രധാന നഗരങ്ങളിലും വന്ന് പതിക്കാവുന്ന ആയിരക്കണക്കിന് മിസൈലുകളാണ് ഹിസ്ബുള്ളയുടെ കൈവശമുള്ളത്. ഇത് ഇസ്രായേൽ പൗരസമൂഹത്തിന് മുകളിൽ ഭീഷണിയായി നിൽക്കും. ഇത്തരമൊരു കടന്നാക്രമണം ഉണ്ടാക്കുന്ന മാനസികമായ പ്രത്യാഘാതവും കഠിനമായിരിക്കും. മിസൈൽ ആക്രമണത്തിൻ്റെ ഭീതിയിൽ ഇസ്രായേൽ പൗരസമൂഹത്തിന് ജീവിക്കേണ്ടി വന്നാൽ അത് സൃഷ്ടിക്കുന്ന വ്യാപകമായ ഭയപ്പാടും തകരാറുകളും അതികഠിനമായിരിക്കും. ഇതിലെല്ലാം ഉപരി ഹിസ്ബുള്ളയുടെ പ്രതികരണം ഹമാസിനേക്കാൾ കണക്കുകൂട്ടിയും ഏകോപിപ്പിച്ചുമാകും. സൈനിക തന്ത്രജ്ഞതയിലും രാഷ്ട്രീയ ആസൂത്രണങ്ങളിലും ഹിസ്ബുള്ള പ്രകടിപ്പിച്ചിട്ടുള്ള സവിശേഷമായ ശേഷിയാണ് ഹമാസിനില്ലാത്തതും. അഥവാ നിലവിലുള്ള സംഘർഷത്തെ ഊർജിതമാക്കാൻ ഹിസ്ബുള്ള തീരുമാനിക്കുകയാണെങ്കിൽ അവർ തികച്ചും നൂതനമായ തന്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക. കഴിയുന്നത്ര നാശം ഇസ്രായേലിനുണ്ടാക്കുക, തങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കഴിയുന്നത്ര ലഘൂകരിക്കുക എന്നതാകും അവരുടെ പദ്ധതി. ഇത് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന സംഘർഷത്തിന് വഴിതെളിക്കും. പൂർണ്ണ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ ഇസ്രായേൽ നിർബന്ധിക്കപ്പെടുന്നതോടെ അവരുടെ വിഭവങ്ങളും പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളും പതിയെ ഇല്ലാതാകുകയും ചെയ്യും.